വരുന്ന UDF ഗവൺമെന്റിന്റെ ഭരണക്രമം എങ്ങനെയായിരിക്കും? നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്പൂർണ്ണമായി കേരളത്തെ തകർത്തുകൊണ്ടാണ് ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞത്. സമ്പൂർണ്ണമായിട്ടും കടങ്ങളും അതോടൊപ്പം തന്നെ KSRTCയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എല്ലാം അവസ്ഥ പരിതാപകരമാണല്ലോ. അപ്പോൾ ഈ UDF ഗവൺമെന്റ് അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എങ്ങനെയാകും പാലിക്കുക? അതായത് 10 കൊല്ലം LDF ഭരിച്ചു. അതില് ആദ്യത്തെ 5 കൊല്ലം താരതമ്യേന ഭേദമായിരുന്നു. രണ്ടാമത്തെ 5 കൊല്ലമാണ് ഏറ്റവും അപകടമായെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഈ കടങ്ങളാണ്. പല ഭാഗത്തു നിന്ന്, അതായത് പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്നാണ് പ്രതിപക്ഷക്കാർ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സത്യമാവാം, എനിക്ക് കൃത്യം അറിഞ്ഞൂടെ, എനിക്ക് കണക്കറിഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ കടങ്ങൾ ഈ അളവിൽ പെരുകിയാൽ വലിയ ബുദ്ധിമുട്ട്. അപ്പൊ അത് എവിടെയാണ് നിർത്തേണ്ടത്? അത് തിരിച്ചടക്കാൻ എന്താണ് വേണ്ടത്? നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ എന്തു വേണം? അതിന് വകതിരിവുള്ള ആസൂത്രണത്തിന് ഒരു കമ്മീഷനെ വെക്കണം. അതിന് ആ തരം കാഴ്ചപ്പാടുള്ള ഒരു MLA അതിന്റെ മന്ത്രിയായിട്ട് വരണം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ശ്രീലങ്കയിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, ഇത് വന്നിട്ട് എങ്ങനെ ഇത് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ആദ്യത്തെ ഉത്തരവാദിത്വം അതാണ്.